നീണ്ട 32 വർഷത്തെ അധ്യാപന വൃത്തിയിൽ നിന്നും പടിയിറങ്ങുന്ന തോക്കാമ്പാറ ALP സ്കൂളിലെ പ്രധാനാധ്യാപകൻ ജയകൃഷ്ണൻ മാസ്റ്ററെക്കുറിച്ച്, ഞങ്ങളുടെ ജയൻ മാഷെക്കുറിച്ച് മാഷിനും ഞങ്ങൾക്കും ഏറെ പറയാനുണ്ട്. മെയ് 15 കോട്ടക്കൽ പടിഞ്ഞാക്കരയിൽ ഈശ്വരമംഗലത്ത് രാമകൃഷ്ണൻ നായരുടെയും ജാനകിയമ്മയുടെയും 4 മക്കളിൽ ഇളയവനായാണ് ജയകൃഷ്ണൻ മാസ്റ്റർ ജനിക്കുന്നത്. പൂക്കോട്ടുംപാടം സ്വദേശിയും ആരോഗ്യവകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമായി ജോലി ചെയ്യുകയും ചെയ്യുന്ന ശോഭനയാണ് ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഭാര്യ. ചെന്നൈ പ്രസിഡൻസി കോളേജിൽ MSc സുവോളജി 2ാം വർഷ വിദ്യാർത്ഥിയായ ഗൗതം കൃഷ്ണനും കോട്ടൂർ AKM HSSലെ +1 സയൻസ് വിദ്യാർത്ഥി ഗോകുൽ കൃഷ്ണനുമാണ് ഇവരുടെ മക്കൾ. കോട്ടക്കൽ GUP സ്കൂളിലായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം. തുടർന്ന് മാറാക്കര ഹൈസ്കൂളിലും തിരൂരങ്ങാടി PSMO കോളേജിലും മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിലും പഠിച്ചു. ഈ നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ ഒരു അധ്യാപകനാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാഷ്. നീണ്ട 32 വർഷത്തെ സേവന കാലഘട്ടത്തിൽ ഈ സ്കൂളിന് വേണ്ടി ഭൗതികമായും അക്കാദമികമായും മെച്ചപ്പെടുത്താൻ, ഈ പ്രദേശത്തെ നഗരസഭയിലെ സ്കൂളിൽ തന്നെ ഏറ്റവും നല്ല സ്കൂളാക്കി മാറ്റാൻ തൻ്റേതായ ഇടപെടൽ നടത്തിയ, മുന്നിൽ നിന്ന് നയിച്ച ഒരു അധ്യാപകനാണ് ജയകൃഷ്ണൻ മാഷ്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിൽ ഏകദേശം 90കളിൽ ഈ സ്കൂളിൽ അധ്യാപകനായി വന്നതാണ്. കുട്ടിക്കാലത്ത് ഞങ്ങൾ അയൽവാസികളായിരുന്നു. അന്നു മുതൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ജയകൃഷ്ണൻ മാഷ് എനിക്ക് വ്യക്തിപരമായിട്ട്. സേവന കാലഘട്ടത്തിലും ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് മാഷിൻ്റെ ഈ റിട്ടയർമെൻറ്റ് ഫീൽ ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു അധ്യാപകൻ എന്നും തൻ്റെ സേവന കാലഘട്ടത്തിൽ മാത്രമല്ല, റിട്ടയർ ചെയ്താലും തൻ്റെ സേവനം തൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന നല്ല അധ്യാപകർ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇനിയും ജയകൃഷ്ണൻ മാഷ സേവനം ഞങ്ങൾക്കെല്ലാം ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളത്. പ്രൈമറി പഠനകാലത്ത് സ്പോർട്സിൽ താൽപര്യം കാണിച്ചിരുന്നു. LP UP വിഭാഗങ്ങളിൽ സബ് ജില്ലാ മത്സരങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട്. 32 വർഷത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം ഞങ്ങളുടെ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനായ ജയകൃഷ്ണൻ മാഷും ഞാനും ഒരേ ആഴ്ചയിലാണ് ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ സ്കൂള് ഈ രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള മാഷ പരിശ്രമങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ നിന്നും മാഷ് പിരിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. മാഷയുടെ ഈ പിരിഞ്ഞു പോക്ക് ഇത്ര പെട്ടെന്നായി എന്നൊരു തോന്നലാണ് ഞങ്ങൾക്ക്. ഇനിയും മാഷയുടെ സേവനങ്ങൾ ഈ സ്കൂളിന് ആവശ്യമുണ്ട്. അത് ഒക്കെ മതിയാക്കി മാഷ് ഇവിടുന്ന് പോകുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. 1993 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾ സമപ്രായക്കാരെന്നുള്ള രീതിയിലാണ് ഇതുവരെ മാഷ് കണ്ടിട്ടുള്ളത്. സന്തോഷത്തിലും സങ്കടത്തിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും ജയമാഷ് എനിക്ക് താങ്ങും തണലുമായിരുന്നു. എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും സാമ്പത്തിക സഹായത്തിനായാലും എല്ലാ കാര്യത്തിനും ജയമാഷ് മുന്നിട്ട് നിന്നു. സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ തന്നെയായിരുന്നു. ജയമാഷ് ശരിക്കും ഒരു ക്യാപ്റ്റനായിരുന്നു. ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. ഞങ്ങൾ തോക്കാമ്പാറ സ്കൂൾ എന്നല്ല അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, ടീം തോക്കാമ്പാറ എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മലപ്പുറം സബ് ജില്ലയിൽ തന്നെ ജയമാഷ് വളരെ മികച്ച ഒരു ഹെഡ് മാസ്റ്റർ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കണ്ടിരുന്നത്. അതുപോലെ തന്നെ ആയിരുന്നു താനും. നമ്മുടെ സ്കൂളിനെ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും മികച്ച സ്കൂളാക്കുന്നതിന് നേതൃത്വം കൊടുത്തയാളാണ് നമ്മുടെ ജയമാഷ്. 56 വയസ്സാകുമ്പോൾ
എന്തായാലും പിരിഞ്ഞു പോകണമല്ലോ. ആ ഒരു വയസ്സിൻ്റെ സാങ്കേതികത്വത്തിൽ മാത്രമാണ് ജയമാഷ് പോകുന്നത്. ജയമാഷ് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും. ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം ജയമാഷിൻ്റെ തന്നെ ഒരു നേതൃത്വം വീണ്ടും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. സ്കൂളിലെ രക്ഷാകർതൃ ഇടപെടലിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് 1994 PTA രൂപീകരിക്കാൻ നേതൃത്വം നൽകുകയും അതിലൂടെ സ്കൂളിൽ സാമൂഹ്യ ഇടപെടൽ സാധ്യമാക്കുകയും തുടർന്നുള്ള രക്ഷാകർതൃ പങ്കാളിത്തത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ സ്കൂളിലെത്തിക്കാനും ഭൗതികപരമായും വിദ്യാഭ്യാസപരമായും വിദ്യാലയത്തെ മികവുറ്റതാക്കാനും ജയകൃഷ്ണൻ മാസ്റ്റർ ശ്രമിച്ചു. ഇനി മാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങൾ 4 പേര്, ഞാൻ ജയകൃഷ്ണൻ മാഷ്, സജിത ടീച്ചർ, സജി മാഷ്, അങ്ങനെ 4 പേര് ഒരുമിച്ച് തന്നെയാണ് ഈ സ്കൂളിലേക്ക് വന്നത്. മാഷ കൂടെ വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. പിരിഞ്ഞു ഒക്കെ ഒരു അനിവാര്യത തന്നെയാണ്. എന്നിരുന്നാലും ഇനിയും മാഷയുടെ സേവനം ഈ സ്കൂളിന് ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും. 1996 ഒക്ടോബറിലാണ് ഞാൻ ഈ സ്കൂളിൽ വരുന്നത്. അന്ന് ഒരു ടീച്ചറായിരുന്നു ഹെഡ് മിസ്ട്രസ്. അതിന് ശേഷമാണ് നമ്മളെ ജയകൃഷ്ണൻ മാഷ് ഇവിടെ HM ആയി വന്നത്. മാഷ് ഞങ്ങളോടൊരു HM എന്നുള്ള രൂപത്തിൽ ഇതുവരെ പെരുമാറിയിട്ടില്ല. ഞങ്ങൾക്ക് താങ്ങും തണലുമായി എന്നും ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. 2017 ഞാനിവിടെ ജോയിൻ ചെയ്തത്. ആ സമയം മുതൽ ജയമാഷ് ഇവിടെ ഹെഡ് മാസ്റ്ററായിരുന്നു. നല്ലൊരു കാലഘട്ടമാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ സമയം അത്രയും ഉണ്ടായിരുന്നത്. മാഷ് പിരിയാന്നുള്ളത് മനസ്സിനെ വളരെയധികം വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാലും ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും മാഷ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇനിയും മാഷിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഞാൻ ഈ വിദ്യാലയത്തിൽ 1993 ജൂൺ 16 തീയതിയാണ് വരുന്നത്. 19 തീയതിയാണ് രജിസ്റ്ററിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത്. അന്നു മുതൽ എൻ്റെ കൂടെ ഏതാണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 4 ദിവസത്തെ, സൈത ടീച്ചറും ഞാനൊക്കെ ഏതാണ്ട് 4 ദിവസത്തെ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഏതാണ്ട് സമകാലീനരാണ് ഞങ്ങളൊക്കെ. അന്നു മുതൽ തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഈ സ്കൂളിൽ വന്നപ്പോൾ വല്ലാത്തൊരു ടീം സ്പിരിറ്റാണ് ഇവിടെ അനുഭവപ്പെട്ടത്. നല്ല രൂപത്തിലുള്ള എൻ്റെ സീനിയേഴ്സായ അധ്യാപകർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരും ഈ പറഞ്ഞ മാതിരി സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ നല്ല രൂപത്തിലുള്ള ഇടപെടലായിരുന്നു. രാവിലെ ഈ സ്കൂളിലേക്ക് ഒരു 10:10 ക്ലാസ് ആരംഭിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 4:30 ആവുന്നൊന്നും ഞങ്ങൾ അറിയാറില്ല. കാരണം ക്ലാസ് എടുക്കുമെങ്കിൽ ഇടസമയങ്ങളിലൊക്കെ കിട്ടുന്ന 5 മിനിറ്റും അല്ലെങ്കിൽ രാവിലത്തെ ഇൻ്റർവെൽ സമയം, ഉച്ച സമയമൊക്കെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ഏതാണ്ട് 32 വർഷം ഇവിടെ പിന്നിടുകയാണ്. പക്ഷേ ഈ 32 വർഷം കടന്നുപോയത് വളരെ എത്രയോ പെട്ടെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെയൊക്കെ ആ പഴയ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് എനിക്കൊക്കെ ഒരുപാട് പ്രായമായി. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ടീച്ചേഴ്സ് തന്നെയാണ്. നമ്മൾ പല രീതിയിൽ പറയുമെങ്കിലും ഈ വിദ്യാലയത്തിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഓരോ ടീച്ചർമാരുമുണ്ട്. ഇവരുടെയൊക്കെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അനുഭവമാണ് ഈ വിദ്യാലയത്തിൻ്റെ വിജയത്തിന് പിന്നിലുള്ളത്. കലാമേളയായാലും കായികമേളയായാലും ശാസ്ത്രമേളയായാലും സ്കൂളിനെ സംബന്ധിക്കുന്ന ദിനാചരണങ്ങളായാലും ഇവിടെ ദൈനംദിനം ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ സീനിയേഴ്സായ ഈ അധ്യാപകരാണ്. ഇവരുടെ ഈ പരിചയ സമ്പന്നതയാണ് ഈ തോക്കാമ്പൂർ സ്കൂളിൻ്റെ വിജയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 32 വർഷ സർവീസ് എന്നുള്ളത് ഇത്ര ചുരുങ്ങിയ കാലമാണെന്നുള്ളൊരു ചിന്ത ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിട്ടയർമെൻറ്റ് എന്നുള്ളത് ഈ 56-ാം വയസ്സിൽ സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്യണം എന്നുള്ള നിയമപരമായ ഒരു സാങ്കേതികത്വമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലുള്ളിടത്തോളം കാലം എന്താവശ്യമുണ്ടെങ്കിലും
ഞാൻ തീർച്ചയായിട്ടും ഈ സ്കൂളിൽ എത്തിച്ചേരും, എല്ലാ കാര്യങ്ങളുമായി സഹകരിക്കും. പിരിഞ്ഞു പോവാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്, സാങ്കേതികത്വം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഇവരൊക്കെ തന്നെ എൻ്റെ സഹോദരങ്ങളാണ്. ആ രീതിയിലാണ് ഇത്രയും കാലം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഇവരൊക്കെ നിറഞ്ഞു നിൽക്കും. ആ സഹോദര ബന്ധം എന്നും നിലനിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2017 സ്കൂളിൽ ജയകൃഷ്ണൻ മാസ്റ്റർ പ്രധാനാധ്യാപകനായി ചുമതലയേറ്റു. മുറ്റം കട്ടപതിക്കൽ, കെട്ടിടം നവീകരിക്കൽ, ക്ലാസ് റൂം ടൈൽസ് പതിക്കൽ, അടച്ചുറപ്പുള്ള ക്ലാസ് മുറിയൊരുക്കൽ, കളിസ്ഥലമൊരുക്കൽ, ആർട്ട് ഗാലറി സ്ഥാപിക്കൽ, സ്കൂളിൽ വയറിംഗ് നടത്തി എല്ലാ ക്ലാസ്സിലും ലൈറ്റ്, ഫാൻ മുതലായവ സ്ഥാപിക്കൽ തുടങ്ങി ഹൈടെക് വിദ്യാലയത്തിലേക്കുള്ള ചുവടുമാറ്റം സാധ്യമായത് ഇക്കാലത്താണ്. ഈ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ കോട്ടക്കലിൽ നിന്ന് മാറാക്കരയിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഇവിടെ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായി. ആ കാലത്ത് ഇളയ മകൻ എന്നുള്ള രൂപത്തിൽ, അവസാനത്തെ പ്രതീക്ഷ എന്നുള്ള രൂപത്തിലായിരിക്കാം ഒരു പക്ഷേ എന്നെ മാറാക്കര വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചത്. മാറാക്കര ഹൈസ്കൂളിൽ ഞാൻ അവിടെ ചെറിയമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത്. ആ കാലത്ത് അവിടെ സ്കൂളിൽ പഠനത്തോടൊപ്പം തന്നെ സ്പോർട്സിനോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും സ്കൂൾ ടീമിൽ വിവിധ ടീമുകളിലായിട്ട് പ്രത്യേകിച്ച് ഗെയിംസിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ, ബോൾ ബാഡ്മിൻ്റൺ, കൊക്കോ, കബഡി ഇങ്ങനെയുള്ള സ്കൂൾ ടീമിലൊക്കെ ഞാൻ അംഗമായിരുന്നു. സ്കൂളിൽ പ്രതിനിധീകരിച്ചും അതുപോലെ തന്നെ സബ് ജില്ലാ ടീമിലെ പ്രതിനിധീകരിച്ചും ഒക്കെ ഞാൻ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. കൊക്കോയിൽ ഞാൻ മലപ്പുറം സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ് തലം വരെ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് സമ്മാനങ്ങളും ആ രീതിയിൽ നേടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് അവിടുന്ന് നിന്ന് 10ാം ക്ലാസ് പാസ്സായിട്ട് നേരെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഇവിടെ വന്ന് പിന്നീട് കോളേജിൽ പഠിക്കുകയാണ്. തിരുവങ്ങാടി PSMO കോളേജിലാണ് ഞാൻ പഠിച്ചത്. കോളേജിൽ ആ പഠനകാലത്ത് ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിട്ടും ഏരിയ സെക്രട്ടറി ആയിട്ടും ഒക്കെ ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. കോളേജ് പഠനം അതോടൊപ്പം തന്നെ നാട്ടിൽ എൻ്റെ തോക്കാമ്പാറ പ്രദേശത്ത് ഒരു പുതിയ ക്ലബ്ബ് രൂപീകരിക്കാൻ ഇടയായി. ആ ക്ലബ്ബ് രൂപീകരിക്കുന്നത് 1988 ഒരു നാട്ടിലെ ഈ പറഞ്ഞ മാതിരി കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്ത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് യുവാക്കൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതിൻ്റെ ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഒത്തൊരുമിക്കാൻ എന്നുള്ളൊരു ചർച്ച വരികയും അങ്ങനെ കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിലെ പാറപ്പുറത്തിരുന്നു കൊണ്ട് നമ്മൾക്കൊരു ക്ലബ്ബ് രൂപീകരിക്കാം എന്നൊരു ചർച്ചയിലൂടെ തീരുമാനത്തിലെത്തുകയും ചെയ്തു. അങ്ങനെയാണ് 1988 സബര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന രൂപത്തിലൊരു ക്ലബ്ബ് തോക്കാമ്പാറ പ്രദേശത്ത് രൂപീകരിക്കുന്നത്. ആ പേര് സബര്യ എന്ന പേര് നിർദ്ദേശിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട രാമമാഷാണ്. ഈ സബര്യ എന്ന് പറയുമ്പോൾ എനിക്ക് 2 വ്യക്തികളെ, എൻ്റെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ 2 സഹോദരങ്ങളെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. ഈ രക്തദാന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ സഹായിച്ചൊരു വ്യക്തി ആ കൂട്ടത്തിൽ ജയദേവൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരണപ്പെട്ടു. ആ ജയദേവൻ എന്നുള്ളൊരു നല്ലൊരു കായിക താരമായിരുന്നു. സബരിയുടെ നല്ല എന്താ പറയുക ഒരു അസറ്റായിരുന്നു അദ്ദേഹം. ആ കാലത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് സബരിയുടെ കായിക ഇനമായി സബരിയ ക്ലബ്ബ് ഡെവലപ്പായ സമയത്ത് ക്രിക്കറ്റ് ഒക്കെ കുറേ ചെറുപ്പക്കാരെ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുകയും അത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ട്രോഫികളും സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ ക്രിക്കറ്റ് ടീമിലൊരു അംഗമായിരുന്നു വിനോദ് എന്ന് പറയുന്നത്. വിനോദ് ഇതുപോലെ സജീവമായിട്ട് സബരിയെ സജീവമാക്കി നിലനിർത്തൽ പങ്കുവച്ച ആളാണ്. അദ്ദേഹം ഇതുപോലെ ഇടക്കാലത്ത് മരണപ്പെടുകയുണ്ടായി. ഈ 2
വ്യക്തിത്വങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഓർക്കുകയാണ്, അവരൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ നാടിന് തന്നെ അത് ഒരുപാട് ഗുണമാവുമായിരുന്നു എന്നുള്ളതാണ്. സബരിയുടെ രൂപീകരണവും സബരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും എന്നും ആവേശത്തോടെ ഓർക്കാനേ എനിക്ക് കഴിയുള്ളൂ. നാടിപ്പാറ സ്കൂളിൽ ഒരു ഓണക്കാലത്ത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ക്ലബ്ബുകളും ഓരോ ദിവസം പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിക്കുകയാണ്. അങ്ങനെ സബരിക്ക് വില്ലുപാട്ട് അവതരിപ്പിക്കണം എന്നുള്ള രൂപത്തിൽ തീരുമാനമെടുക്കുകയും പ്രിയപ്പെട്ട പത്മനാഭൻ മാഷാണ് എന്നെ ആ വില്ലുപാട്ടിന് കഥ പറയാൻ എന്നെ നിർബന്ധിക്കുകയും മാഷിൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് വെച്ചാണ് ഞങ്ങൾ അതിന് പരിശീലനം നേടിയിരുന്നത്. ആ വില്ലുപാട്ടിലൂടെയാണ് സ്റ്റേജ് എന്നുള്ള രൂപത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് കലാരംഗത്തേക്ക് വരുന്നത്. അക്കാദമിക് രംഗത്ത് പ്രത്യേക പരിശീലനവും ശ്രദ്ധയും കൊണ്ട് LSS പരീക്ഷകളിൽ ഓരോ വർഷവും വിജയികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മുനിസിപ്പാലിറ്റിയിലെ മികച്ച വിദ്യാലയമായി മാറാനും നമുക്ക് സാധിച്ചതും ഇക്കാലത്താണ്. മുനിസിപ്പൽ സബ് ജില്ലാ കലോത്സവങ്ങളിൽ തോക്കാമ്പാറ ALP സ്കൂളിനെ തുടർച്ചയായി ഓവറോൾ ചാമ്പ്യന്മാരാക്കുന്നതിനും ജയകൃഷ്ണൻ മാസ്റ്റർ നേതൃത്വം നൽകി. കായികമേള, ശാസ്ത്രമേള എന്നിവയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇക്കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തോക്കാമ്പാറ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തോക്കാമ്പാറ പ്രദേശത്തിൻ്റെ, പ്രത്യേകിച്ച് തോക്കാമ്പാറ, പുലിക്കോട്, പാലത്തറ, ചെങ്കുവെട്ടിക്കുണ്ട്, ഇങ്ങനെ ചുറ്റുപാടും ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് ഈ വിദ്യാലയം. ഒരുപാട് കുട്ടികൾ പഠിച്ച് ഇറങ്ങി ഇന്ന് വിവിധ തലങ്ങളിൽ ഉയർന്ന ഉദ്യോഗത്തിലെത്തുകയും ഉയർന്ന നിലവാരത്തിൽ എത്തി സന്തോഷത്തോടു കൂടി പോകുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. ഈ വിദ്യാലയം ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടതിന് പിന്നിൽ അവിടുത്തെ അധ്യാപകരുടെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. കാരണം അവിടെയുള്ള ഓരോ ടീച്ചേഴ്സും വളരെ കഴിവുള്ളവരാണ്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ് അവരൊക്കെ. അവരുടെയൊക്കെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വിദ്യാലയം ഇന്നത്തെ നിലവാരത്തിലേക്ക് മലപ്പുറം സബ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയിട്ടുള്ളത്. കായിക ശാസ്ത്ര മേഖലകളിൽ മാത്രമല്ല, പഠനത്തിലും LSS പോലെയുള്ള പരീക്ഷകളിലുമൊക്കെ ഇന്ന് കോട്ടകൽ പ്രദേശത്ത് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു വിദ്യാലയമായിട്ട് തോക്കാമ്പാറ സ്കൂൾ മാറിയിട്ടുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത എൻ്റെ സഹപ്രവർത്തകരാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും ഇതിലേറെ മുന്നേറാൻ ഈ വിദ്യാലയത്തിന് കഴിയും. നിങ്ങളുടെയൊക്കെ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടരുക. നല്ല രൂപത്തിൽ നമ്മളെ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. അതിന് കൂടുതൽ ശ്രമിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, എൻ്റെ ബഹുമാനപ്പെട്ട രക്ഷിതാക്കളോട്, നാട്ടുകാരോടാണ്. രക്ഷിതാക്കളാണ് ഈ വിദ്യാലയത്തിൻ്റെ കേന്ദ്രം. 32 വർഷം ഞാൻ സേവനം ചെയ്യുമ്പോൾ എന്നും ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഇന്നൊക്കെ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ കുട്ടികളൊക്കെ തന്നെ ഞാൻ പഠിപ്പിച്ച ആ കുട്ടികളുടെ മക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ പരമ്പരാഗതമായ രൂപത്തിൽ തന്നെ കുട്ടികളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വിടാൻ രക്ഷിതാക്കൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ വിദ്യാലയത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ വിദ്യാലയത്തോട് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹം തുടരുക. നമ്മുടെ നാടിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഈ വിദ്യാലയത്തെ മാറ്റുക. നിങ്ങൾ പരമാവധി സ്കൂൾ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റി വിദ്യാലയത്തെ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഒക്കെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങൾക്കൊക്കെ തന്നെ വിദ്യാലയത്തെ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്ന് ഞാൻ പറയാം, ഞാനിവിടെ നിന്ന് വിരമിച്ചു പോയാലും, വിരമിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സാങ്കേതികത്വം മാത്രമാണ്. എൻ്റെ സേവനം ഈ വിദ്യാലയത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. വിദ്യാലയത്തിൻ്റെ ഏതൊരു പ്രവർത്തനത്തിനും സഹായമാകുന്ന രൂപത്തിൽ, ഗുണകരമാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്.
ഈ വിദ്യാലയത്തെ മികച്ച കേന്ദ്രമാക്കി മാറ്റാൻ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുകയാണ്. 2025 മെയ് 31 തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും പടിയിറങ്ങുന്ന ജയകൃഷ്ണൻ മാസ്റ്റർക്ക് ഇനിയുള്ളത് വിശ്രമകാലമാണെങ്കിലും ഈ നാടിനും സ്കൂളിനും മാഷിന്റെ നിസ്വാർത്ഥവും വിലമതിക്കാനാകാത്തതുമായ സേവനം തുടർന്നുമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സർവോപരി അധ്യാപക അനധ്യാപക കൂട്ടായ്മയുടെയും 1000 സ്നേഹാദരങ്ങൾ.